ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ തെറാപ്പി സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ തെറാപ്പി സെന്റർ. കലാമണ്ഡലം ഹൈദരാലിയെ അനുസ്മരിച്ച് കീഴാറ്റൂർ മുതുകുർശിക്കാവ് അയ്യപ്പ ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷ കമ്മിറ്റി ഹൈദരാലിയോടുള്ള സ്മരണാർത്ഥം കീഴാറ്റൂർ മുതുകുർശിക്കാവ് അയ്യപ്പ ക്ഷേത്രം ഏർപ്പെടുത്തിയ ഹൈദരാലി സ്മാരക പുരസ്കാരം കഥകളി സംഗീതജ്ഞൻ കോട്ടയ്ക്കൽ നാരായണന് സമ്മാനിച്ചു. ശുദ്ധ സംഗീതത്തെ മനസ്സിൽ താലോലിക്കുകയും എല്ലാവർക്കും ഇണങ്ങും വിധത്തിൽ പകർന്നു നൽകാനുള്ള അസാമാന്യമായ കഴിവ് കലാമണ്ഡലം ഹൈദരാലിക്ക് ഉണ്ടായിരുന്നുവെന്ന് അനുസ്മരണ പ്രഭാഷണത്തിൽ കേരള കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ പറഞ്ഞു. അതേസമയം തന്നെ ശുദ്ധ സംഗീതത്തെ മനസ്സിൽ താലോലിക്കുകയും അത് അനുവാചകർക്കും ആസ്വാദകർക്കും അനുഭവവേദ്യമായ തരത്തിൽ പകർന്നു നൽകാനുമുള്ള അസാമാന്യമായ കഴിവ് ഹൈദരാലി ആശാൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് കഥകളി സംഗീതത്തിനെ കുറിച്ച് സാധാരണ പറയാറുണ്ട്. എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു ഗാനശാഖയായിട്ട്. ഒരു ഡാൻസിൻ്റെ കൂടെ ഒരാൾ പാടുന്നെങ്കിൽ പാട്ടുകാരൻ സൈഡിൽ നിന്ന് നർത്തകൻ്റെയോ നർത്തകിയുടെയോ മുഖവും ചലനങ്ങളുമെല്ലാം കണ്ടിട്ടാണ് പാടുന്നത്. എന്നാൽ ഒരു കഥകളി കലാകാരനെ സംബന്ധിച്ചിടത്തോളം നടൻ്റെ പുറകിൽ നിന്ന് നടനെ മുന്നോട്ട് നയിക്കാനുള്ള പാട്ട് പാടാനുള്ള അസാധാരണമായ നിയോഗമാണ്. ചുരുക്കത്തിൽ കഥയെയും കഥാപാത്രത്തെയും കഥാസന്ദർഭത്തെയും ആ കഥാപാത്രം അവതരിപ്പിക്കുന്ന നടനിലെയും സൂക്ഷ്മാംശങ്ങൾ വിലയിരുത്തി അതിനെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു നല്ല കഥകളി സംഗീതജ്ഞനായി അറിയപ്പെടാനും നടനെ സ്വാധീനിക്കാനും സാധിക്കും. ഈ കഴിഞ്ഞ ദിവസം കീഴാറ്റൂർ കാർഷിക വികസന സൊസൈറ്റി സ്പോൺസർ ചെയ്ത 10,000 രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചടങ്ങിൽ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് VM ദാമോദരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. പാലനാട് ദിവാകരൻ ഹൈദരാലി അനുസ്മരണ പ്രഭാഷണം നടത്തി. ഉചിതം അപരവരണോദ്യമം എന്നുള്ള വാക്ക് നിർത്തിയപ്പോൾ അത് കരിമ്പുഴ വെച്ചിട്ടായിരുന്നു. കരിമ്പുഴ ശ്രീരാമന്റെ ക്ഷേത്രത്തിൽ വെച്ചിട്ട് 4-ാം ദിവസം മൈതരാദേശം പാടുന്നു. അത് കൂടെ പാടിയത് ഞാൻ തന്നെയാണ്. നമുക്കൊരു ഓർമ്മയുണ്ട്. ഉണ്ണികൃഷ്ണനാണ് കുട്ടിയായിരുന്നു. അപ്പോൾ ഗോപിയാശാൻ പറഞ്ഞത് ഇതിപ്പോൾ ഹൈദരാലിയും ഉണ്ണികൃഷ്ണൻ കൂടി ചെയ്തൊരു പണിയാണ് തോന്നുന്നത്. ഉണ്ണികൃഷ്ണൻ വിചാരിച്ച ഹൈദരാലി ആശാനും ഗോപിയാശാനും കൂടി ചെയ്തൊരു പണിയാണ്. പരസ്പരം ഹൈദരാലി ആശാൻ വിചാരിച്ച ഉണ്ണികൃഷ്ണനും ഗോപിയാശാനും കൂടി ചെയ്തൊരു പണിയാണോ അവിടെ ഇങ്ങനെ നിർത്തിയത്, കൊട്ട് നിർത്തി ഇങ്ങനെ ആക്കിയപ്പോൾ ഹൈദരാലി ആശാനും നിർത്തി. എന്തായാലും ഇതൊന്നും മനസ്സിലാവാത്ത ആൾ ഞാനായിരുന്നു. ഹൈദരാലിയാശാൻ നിർത്തിയപ്പോൾ ഞാനും നിർത്തി എന്നുള്ളതാണ്. അപ്പോൾ ഹൈദരാലിയാശാൻ അവിടെ നിർത്തിയത് അതൊരു പുതിയൊരു പരീക്ഷണമായിരുന്നു. ഗോപിയാശാനും പുതിയൊരു പരീക്ഷണമായിരുന്നു. ഉണ്ണികൃഷ്ണനും പുതിയൊരു പരീക്ഷണം. അങ്ങനെ എത്ര പരീക്ഷണങ്ങൾ. പി നാരായണുണ്ണി അവാർഡ് പ്രഖ്യാപനം നടത്തി. മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ, ഉത്സവ കമ്മിറ്റി സെക്രട്ടറി അനിൽകുമാർ പരിയാരത്ത്, പി വേണുഗോപാൽ, ശ്രീജിത്ത് മഠത്തിൽ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കല്യാണ സൗഗന്ധികം കഥകളിയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കീഴാറ്റൂർ.